ഇന്നിപ്പോ സോഷ്യൽ മീഡിയയില് ഒരുപാട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കുറെ ബ്ലോഗ് ചെയ്യുന്ന ആളുകൾ എന്റെ പ്രിയപ്പെട്ടവർ ഇറങ്ങിയിട്ടുണ്ട്. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിൽ പല ചങ്ങാതിമാരും ബ്ലോഗ് ചെയ്യുന്നൊരു ബ്ലോഗുണ്ട്. എന്താ ബ്ലോഗ് ചെയ്യുക? വീട്ടിൽ നോമ്പ് തുറ, പെണ്ണുങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നതും, പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറി പാചകം ചെയ്യണതും, പെണ്ണുങ്ങൾ നിസ്കരിക്കുന്നതടക്കം എന്റെ പ്രിയപ്പെട്ടവരെ സ്വന്തം നാണമില്ലാത്ത, ഉളുപ്പില്ലാത്ത, നട്ടലില്ലാത്ത ചില ചങ്ങാതിമാര്, ഭർത്താക്കന്മാര് സ്വന്തം ഭാര്യ നിസ്കരിക്കുന്നത് പോലും എന്റെ പ്രിയപ്പെട്ടവരെ വീഡിയോ എടുത്തിട്ട് റമളാൻ മാസത്തിൽ എന്റെ ഭാര്യ നിസ്കരിക്കുന്നുണ്ട്, എന്റെ ഭാര്യ നോമ്പ് പിടിക്കുന്നുണ്ട് എന്നിങ്ങനെ വീഡിയോ പിടിച്ച് ബ്ലോഗ് ചെയ്യുന്ന ചില ചങ്ങാതിമാരുണ്ട്. പിന്നെ ചില ആളുകളുണ്ട്, ഈ പെണ്ണ് നിസ്കരിക്കുന്ന സമയത്ത്, ഭാര്യ നിസ്കരിക്കുന്ന സമയത്ത് ഭാര്യയുടെ മടിയിൽ വന്ന് ഭർത്താക്കന്മാരിങ്ങനെ തലവെച്ച് കിടന്നിട്ട് അതൊരു വീഡിയോ ആക്കിയിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും ഒരു BGM കയറ്റിയിട്ട് അത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ഇട്ടിട്ട് ഒരുപാട് ആളുകൾ കാണുമ്പോ 10 ലക്ഷം പേരും 50 ലക്ഷം പേരും 10,000 20,000 പേര് കാണുമ്പോ അതാണ് കുടുംബ ജീവിതം എന്ന് കരുതുന്ന ചില ആളുകൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. അതെന്റെ പ്രിയപ്പെട്ടവരെ റസൂലുള്ള പറഞ്ഞ കുടുംബ ജീവിതമല്ല. അത് റസൂലുള്ള പറഞ്ഞ കുടുംബ ജീവിതമല്ല. ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ വീഡിയോ എടുത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോ അതെന്റെ പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ദാമ്പത്തിക ജീവിതത്തിലും എന്റെ പ്രിയപ്പെട്ടവരെ പെടില്ല. അല്ലാഹുവേ, ഞങ്ങൾ അങ്ങനെയുള്ള കുടുംബ ജീവിതത്തൊട്ട് കാത്തിരിക്കണ റഹ്മാനെ, ഈമാൻ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ.